സുമിത്ര പോയോ? എന്തൊരു കടലാസ്. എൻ്റെ രമേശേട്ടന് ഈ സുമിത്ര പോവാണ് രമേശേട്ടാ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു രമേശേട്ടൻ്റെ കൂടെ പുറത്തൊക്കെ പോവാൻ. പക്ഷെ രമേശേട്ടൻ എന്തെങ്കിലും സുമിത്രനെ എവിടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? എനിക്ക് മടുത്തു രമേശേട്ടാ, ഞാൻ പോവാണ്, ഇനി നമ്മൾ കാണില്ല എന്ന് രമേശേട്ടന്റെ സ്വന്തം സുമിത്ര പോയി. എന്നാലും എൻ്റെ രമേശനോട് സുമിത്ര ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. രമേശൻ സുമിത്രയെ കല്യാണം കഴിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ ഏടത്തി. ഇത് ആരുടെയോ കൂടെ ഒളിച്ചോടിയതാ. ഏയ്, ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. വേറെ എന്തോ പറ്റിയതാണ് സുമിത്രയ്ക്ക്. ഇത് പറ്റാനാ ഒരെഴുത്ത് എഴുതി വെച്ച് അങ്ങനെ പോവേ, അത് വളരെ മോശമായി. ഏടത്തി ഇങ്ങനെ ശവത്ത് കുത്തരുത്, ഇങ്ങനെയൊന്നും പറയരുത്. അറിയും, അന്നേ ഞാൻ പറഞ്ഞല്ലേ രമേശനെ കൊണ്ട് എൻ്റെ ആങ്ങളയുടെ കുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ. രമേശൻ പോലീസിൽ പറയാൻ പോയിട്ട് എന്തായി ആവോ? എങ്ങനെങ്കിലും സുമിത്രേനെ ഒന്ന് കണ്ടു കിട്ടിയാ മതിയായിരുന്നു. കിട്ടാനൊന്നും പോണില്ല. എൻ്റെ മണിക്കുട്ടി ഇപ്പോഴും രമേശനെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണോ ഏർത്തി മണിക്കുട്ടീനെ രമേശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നത്? ചൂടാവൊന്നും വേണ്ട, സുമിത്രേനെ കിട്ടിയിട്ടില്ലെങ്കത്തെ കാര്യപ്പ പറഞ്ഞ്. സുമിത്ര ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അടുക്കളയിൽ ഒരു ഭാരവും ഇല്ല. നേരത്തെ ദോശ, കറി, ചമ്മന്തി ഇതൊക്കെ ഇനി ആരാ ഉണ്ടാക്കുക? ഏട്ടൻ അനാവശ്യം പറയരുത്. സുമിത്ര വരുന്നയാള് മുന്നേ ഞാനല്ലേ എല്ലാം ഉണ്ടാക്കി തന്നിരുന്നത്, അതൊന്നും ഓർമ്മല്ലേ? താനും ഉണ്ടാവും, ഒരു ഉണക്കദോശ ഉണ്ടാവും, ഒരു ഉണക്ക ചമ്മന്തി ഉണ്ടാവും. ഇതിനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ശരിയാണ്, താൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ല. സുമിത്രേനെ ഒന്നും കണ്ടു കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് ആരും ഭക്ഷണം ഉണ്ടാക്കാൻ പറയണ്ട, ഞാൻ ആർക്കും ഉണ്ടാക്കി തരില്ല. അപ്പ ഞാൻ മണിക്കുട്ടീനെ രമേശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പ നല്ല ഭക്ഷണം കിട്ടും. ആ മോഹം നടക്കാൻ പോകുന്നില്ല. ആവശ്യം നേരത്തെ ഈ നമ്പൂരിമുക്കിൽ ഒരാളെയും കാണില്ല. എനിക്കിത് പറഞ്ഞല്ലെങ്കിൽ ഉറക്കവും വരില്ല. കൊച്ചുണ്ണിയേട്ടാ, നിങ്ങൾക്ക് വട്ടായോ? നിങ്ങൾ ആരോടെ സംസാരിക്കുന്നേ? എന്നെ അറിഞ്ഞില്ലേ, നമ്മളെ രമേശന്റെ സുമിത്രനെ കാണാനില്ല. അതാണ് ഞാനും സംശയിക്കണേ. അതിലെന്തോ ഒരു പന്തികേടുണ്ട്. അവള് പോയ കാര്യം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഇപ്പൊ തന്നെ വിളിച്ചറിയിക്കാം. ഈ നമ്പൂരിമുക്കിൽ എല്ലാവരും അറിയിക്കേണ്ട കാര്യം ഈ കൊച്ചുണ്ണിയേട്ട വെച്ചു. അത് പറയാനുണ്ടോ? കൊച്ചുണ്ണിയേട്ടന്റെ സ്വഭാവം അല്ലത്. കൊച്ചുണ്ണി രമ്യായിട്ട് എത്ര ചർച്ച. ഇളയത് രമേശന്റെ സുമിത്രനെ കാണാനില്ല. ചിലപ്പോ ഒളിച്ചോടിയതാവും. ഏയ്, അത് കേൾക്കാനാണ് ഇളയതിന് ഇഷ്ടം. ഇളയത് മോശല്ലേട്ടാ. ഇത് ഞാൻ നാട്ടിൽ പോയി പാട്ടാക്കൂട്ടാ. തിരുമേനിയെ ഓടി വാ. ഞാൻ അമ്പലത്തിൽ നിന്ന് ക്ഷീണമായിട്ട് വന്നാ നിങ്ങൾ എന്തിനാ അങ്ങനെ കാരണത് കിടന്നു? കൊച്ചുണ്ണിയേട്ടാ, നമ്മളെ നമ്പൂരിയച്ഛന് കാര്യം പറഞ്ഞു കൊടുക്കേ. കേശവൻ നമ്പൂരി നമ്മളെ രമേശന്റെ സുമിത്രനെ കാണാനില്ല. ഒളിച്ചോടിയോന്നൊരു സംശയം. അവള് ഇതല്ല അതിൽ അപ്രൂവ് ചെയ്യും. ഞാനേ വീട്ടിൽ പോയിട്ട് എല്ലാരോടും പറഞ്ഞേ. കൊച്ചുണ്ണിയേട്ടാ, കണ്ടില്ലേ നമ്പൂരിയച്ഛന്റെ സന്തോഷം? പരദൂഷണം പറയാനേ നമ്പൂരിച്ചനെ ഭയങ്കര സന്തോഷാ. അതുകൊണ്ടാ വീട്ടിലേക്ക് ഓടിയത്. എന്നാലും ആ സുമിത്ര ആരുടെ കൂടെ ഒളിച്ചോടിയത്? ആ, എനിക്കൊന്നും അറിയില്ലേ. ഇത്തിരി പരദൂഷണം പറയാച്ചാൽ അത് കേൾക്കാനുള്ള സമയം എനിക്കില്ല. അറിഞ്ഞോ, നമ്മുടെ സുമിത്രേനെ കാണാനില്ല. സുമിത്ര ചേച്ചിനെയോ? എവിടെ പോയി? ആ, ഇന്ന് രാവിലെ മുതൽ കാണാനില്ല എന്നാ കേൾക്കണം. ഇത് ഞാൻ മുന്നേ തന്നെ പ്രതീക്ഷിച്ചതാ. സുമിത്ര ആള് ശരിയല്ല. പാവ രമേശേട്ടൻ, എന്താണാവോ ആളുടെ അവസ്ഥ? എന്താ അവസ്ഥ? അവനും മോശമൊന്നുമില്ല, അവന് തന്നെ രമേശന്റെ കയ്യിന് എല്ലില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനൊരു ക്ലാപ്പനാ, ഒന്നിനും കൊള്ളില്ല. സുമിത്ര ഇവിടെയൊക്കെ ആയിരുന്നെങ്കിലേ ഈ കളിയൊന്നും നടക്കില്ല. ഞാനൊരു പരുവത്തിലാക്കിയത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഞാൻ ഇതൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഞാനിത് ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുന്നു. എന്നാലും ഈ സുമിത്ര ചേച്ചി ധാരയുടെ കൂടെയാണോ ഒളിച്ചോടി പോയത്? എന്നാലും തീർത്തി വട്ടെ, എന്നിട്ട് വേണമെന്ന് പറയാൻ. അറിഞ്ഞോ കണാരേട്ടാ, നമ്മുടെ സുമിത്രയെ കാണാനില്ല. സുമിത്ര എവിടെ പോവാനാ? എനിക്കറിയില്ല. രാവിലെ മുതൽ കാണാനില്ല എന്ന് പറയുന്നത് കേട്ടു.
അവള് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും. ഫ്രണ്ട്സിന്റെ കൂടെ പോയതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ലേ. കാലം വളരെ മോശമാണ് കണാരേട്ടാ. എന്നാലും കൊച്ചുണ്ണിയേട്ടോ, സുമിത്ര എവിടെയാവും പോയിണ്ടാവുക? നമ്പൂരച്ചന് സഹദേവൻ അറിയില്ലേ? ആ സഹദേവന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്നാ എന്റെ സംശയം. അയ്യേ, നമ്മുടെ കണാരേട്ടന്റെ മോൻ സഹദേവനോ? അയ്യേ, കാണാരേട്ടന്റെ മോനല്ല, നമ്മുടെ കിഴക്കേലത്തെ സഹദേവൻ. അയ്യേ, അവന്റെ കൂടെയൊക്കെയാണോ സുമിത്ര പോയേ? അവര് തമ്മിൽ പലപ്പോഴും സംസാരിക്കണ ഞാൻ കണ്ടിട്ടുണ്ടേ. അവര് തമ്മിൽ ക്രഷാണോന്ന് ഒരു സംശയം. കൊച്ചുണ്ണി അറിഞ്ഞോ നമ്മളെ സുമിത്ര പോയി? നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു കാണാരേട്ടാ? ഞങ്ങള് രാവിലെ തന്നെ അറിഞ്ഞു. സുമിത്ര പറന്നു പോയി കണാരേട്ടാ. ഏത് കിളിയുടെ കൂടെയാ പറഞ്ഞത്? കിളിയുടെ കൂടെ അല്ല, നമ്മുടെ സഹദേവന്റെ കൂടെയാ പറഞ്ഞത്. നമ്പൂരിച്ച, നിങ്ങൾ എല്ലായിടത്തും ന്യൂസ് ഇറക്കിയില്ലേ? എന്നെ കൊണ്ട് പറ്റണ മാതിരിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കൊച്ചുണ്ണിയേട്ടൻ പറഞ്ഞു. ആ, കൊച്ചുണ്ണി നമ്മളെ നമ്പൂരിമുക്കിലെ BBC അല്ലേ? ഈ നമ്പൂരിമുക്ക് മൊത്തം പാട്ടാക്കാതെ ഈ കൊച്ചുണ്ണി വെറുതെ ഇരിക്കോ? കൊച്ചുണ്ണി നമ്മളെ പ്രദീപിനോട് പറഞ്ഞാ? അയ്യോ, ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടില്ല. കണ്ടോ കണാരേട്ടാ, നമ്മുടെ കൊച്ചുണ്ണിയേട്ടന്റെ ഒരു സന്തോഷം. കൊച്ചുണ്ണി നമ്മളെ പരദൂഷണത്തിന്റെ ഉസ്താദല്ലേ നമ്പൂരിച്ച? ഇതാ പ്രദീപേ, നീ അറിഞ്ഞോ നമ്മളെ സുമിത്ര ഒളിച്ചോടി പോയടാ? കൊച്ചുണ്ണേട്ടാ, ഒരാള് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട് ചിരിക്കാണ്. നിങ്ങക്ക് പ്രാന്തായ? ഒളിച്ചോടിയ ചിരിക്കല്ലാണ്ട് ഞാൻ കരയണോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. എന്നാലും ആ പാവം രമേശൻ പാവോ? അവനുണ്ട് 4-5 ചുറ്റിക്കളി. ഒന്ന് നിർത്തേണ്ട കൊച്ചുണ്ണേട്ടാ, നിങ്ങൾ ഈ പരദൂഷണത്തിന്റെ ഉസ്താദാവല്ലേ? നിനക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി, ഇല്ലെങ്കിൽ പോട ചെക്കാ. അല്ല കൊച്ചുണ്ണി, രമേശിന് ചുറ്റിക്കളി ഉണ്ടാ? അത് കൊച്ചുണ്ണിയുടെ ഒരു ഭാവനയല്ലേ? ഭാവനയൊന്നും വേണ്ട കൊച്ചുണ്ണിയെ, അടി ഏത് വഴിക്കാ വരികയെന്ന് അറിയില്ലാട്ടാ. ഓ, അയാൾക്ക് ഞാൻ കുറ്റം പറയാനൊന്നും ഇഷ്ടല്ല, അയാളും മോശമൊന്നുമില്ല. എന്നാലും സുമിത്ര എവിടെ പോയതായിരിക്കും? ഞാൻ വേഗം ആനന്ദേട്ടനോട് പറയട്ടെ. ആനന്ദേട്ടൻ അറിഞ്ഞോ നമ്മുടെ സുമിത്രനെ കാണാനല്ലോ? രമേശിന്റെ പേര് സുമിത്രയോ? അതേന്നേ, ആ സുമിത്ര തന്നെ. ഇത് മിക്കവാറും ഒളിച്ചോട്ടം തന്നെയാവും. പ്രദീപ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുക? ആനന്ദേട്ടാ, ഇത് ഞാൻ എല്ലായിടത്തും പാട്ടാക്കും. ഞാൻ ഈ വിവരം എന്റെ ഭാര്യനെ വിളിച്ച് ഇപ്പൊ തന്നെ പറയട്ടെ. ആ, അല്ല ദീപ്തി, നീ അറിഞ്ഞോ നമ്മുടെ സുമിത്രേച്ചിനെ രാവിലെ മുതൽ കാണാനില്ല? അയ്യോ, സുമിത്രേച്ചി എവിടെ പോയേ? എനിക്കറിയില്ല, നാട്ടുകാർ പറയണ്ട ആരുടെ ഒളിച്ചോടി പോയി എന്ന് പറയണേ. ഇപ്പൊ എന്തായി വിഷ്ണുവേട്ടാ? ഈ സുമിത്രേച്ചീനെ കണ്ടുപഠിക്കേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഞാനും ഇനി അതുപോലെ ആവണോ? ഏയ് വേണ്ട, സുമിത്രേച്ചിക്കൊന്നും പഠിക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടേനെ. അയ്യടാ, നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ നിങ്ങളെയും കൊണ്ടുതന്നെ പോവുള്ളൂ. ഒന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചതാ, ഒത്തില്ല. രമേശ, നീ ഓരോന്ന് കാട്ടാണ്ട് അങ്ങോട്ട് ഇറങ്ങടാ. അമ്മ ഒന്നും മിണ്ടരുത്. സുമിത്ര അല്ലാതെ രമേശ് അല്ല അമ്മേ. സുമിത്ര പോയെങ്ക പോയിക്കോട്ടെ, നനക്ക് ഞാൻ മണിക്കുട്ടീനെ കല്യാണം കഴിപ്പിച്ചു തരാം. എനിക്ക് നിങ്ങളുടെ മണിക്കുട്ടീനൊന്നും വേണ്ട, എനിക്ക് എന്റെ സുമിത്രനെ മതി. അമ്മേ, എന്താ ഇവിടെ പ്രശ്നം? ദേ സുമിത്ര വന്നു രമേശ. സുമിത്ര വന്നോ? അമ്മേ, നാളെ ഓണല്ലേ, ഞാൻ വരുമ്പോ ഓണച്ചന്തന്ന് മേടിച്ചത് അതൊക്കെ. സുമിത്ര എവിടെയായിരുന്നു? സുമിത്രയെ കാണാനില്ല, മറ്റു നാട്ടിലൊക്കെ പാട്ടായി. എന്നെ കാണാനില്ലാന്നോ? സുമിത്ര എന്തിനാ രമേശിനെ കത്തെഴുതി വെച്ച് പോയത്? ഓ, അതാണോ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി പോയതാ. രമേശ് ഏട്ടൻ എന്നെ എവിടെ കൊണ്ടുപോകാറില്ല. ഞാൻ രമേശ് ഏട്ടനെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നീ കാരണം രമേശ് ഇപ്പൊ തന്നെ തൂങ്ങിയായിരുന്നു. അയ്യോ രമേശ് ഏട്ടാ, എന്തിനാ സുമിത്ര തിരിച്ചു വന്നത്? അല്ലെങ്കിൽ എന്റെ മണിക്കുട്ടീനെ രമേശൻ കല്യാണം കഴിച്ചിരുന്നു. എടുത്തൊന്നും മിണ്ടാണ്ടിരിക്കൂ. അല്ല കുമാരേട്ടാ, സുമിത്രയുടെ വല്ല വിവരം കിട്ടിയേ? എന്റെ കണാര, സുമിത്ര വന്നു. അത് രമേശനെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പോയതാ. വന്നോ? സന്തോഷിക്കല്ലേ വേണ്ടി കണാര? എങ്ങനെ സന്തോഷിക്കും? ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫേമസ് ആവുമെന്ന് വിചാരിച്ചിരിക്കുന്നു. കണാരൊന്നും പോയേ? ഞാൻ ഇവിടെ നിൽക്കാനൊന്നും വന്നല്ല, ഞാൻ പോയിട്ട് എല്ലാവരോടും പറയട്ടെ. നമ്പൂരി, ആ പറന്നു പോയ കിളി തിരിച്ചു വന്നുട്ടാ. ഏത് കിളീനെ പറ്റിയാ കണാരേട്ടൻ പറയണത്? നമ്മളെ രമേശിന്റെ സുമിത്ര. അയ്യോ, സുമിത്ര വന്നോ? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അത് വെറുതെ രമേശിനെ പറ്റിക്കാൻ ചെയ്താ. പാവം കൊച്ചുണ്ണേട്ടൻ, ഇത് കേട്ടാ ബോധം കെടുട്ടാ. ഇത് ഞാൻ ആ കൊച്ചുണ്ണിയോടൊന്ന് പറയട്ടെ.
ചാനലുകാർ വരുമ്പോഴേക്കേ മുടിയൊക്കെ ഒന്ന് കറപ്പിച്ചിട്ട് ഈ കൊച്ചുണ്ണിക്ക് ഒന്ന് സുന്ദരനാവണം. അല്ല കൊച്ചുണ്ണി, നിങ്ങൾ മുടി കറുപ്പിക്കാൻ പോവാണോ? എന്തേ മുടി കറപ്പിച്ചാൽ കൊച്ചുണ്ണി സുന്ദരനാവില്ലേ? ഇനി കറുപ്പിക്കൊന്നും വേണ്ട, വെളുത്തന്നെ ഇരുന്നോട്ടെ. പോയ സുമിത്ര തിരിച്ചു വന്നു. എങ്ങനെ പോയ സുമിത്ര തിരിച്ചു വന്നോ? കൊച്ചുണ്ണി വരച്ച വര വെള്ളത്തിലായി. ആണോ? കൊച്ചുണ്ണി, പുതിയ ന്യൂസ്, നമ്മളെ രമ്യനെ കാണാനാണ്. രമ്യോ? നമ്മളെ രമ്യോ? ആ, നമ്മുടെ രമ്യനെ തന്നെ. ന്യൂസ് ചാനലിൽ ഇപ്പൊ വരൂട്ടാ, വേഗം റെഡി ആയിക്കോ. എന്റെ കറുപ്പ് പോയി, ഇനി ഞാൻ എങ്ങനെ കറപ്പിക്കും?